ദേവാ, ഞങ്ങൾക്കെന്നും നൽകണമേ നിർമ്മല ഹൃദയം. നിൻ പ്രീതിക്കെതിരാം പാഴാം ചിന്തകളും ദുഷ്ടവികാരവുമെങ്ങളിൽ നിൻ ഒഴിവാക്കണമേ. നമുക്ക് നമസ്കരിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദിമുതൽ എന്നേക്കും തന്നെ ആമീൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ ചെയ്ത് ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയെ നമസ്കാരവും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാരിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യമർത്തമറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ബാറയ്ക്കുമോ. പാപികളുടെ അനുതാപത്തിൽ പ്രീതിയോടെ സന്തോഷിക്കുന്ന ദൈവം തമ്പുരാനെ, ഞങ്ങൾ പാപം ചെയ്തു പോയതുകൊണ്ട് നീ ഞങ്ങളെ ഞെരുക്കുകയും ശിക്ഷിക്കുകയും അരുതേ. ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൻ്റെയും നിബിയന്മാരുടെയും സ്ലീഹന്മാരുടെയും സഹദേന്മാരുടെയും മധ്യസ്ഥതയിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. ദൈവമേ, സർവശിക്ഷകളെയും ഞങ്ങളിൽ നിന്ന് നീ വിരോധിച്ച് നീക്കിക്കളയണമേ. ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള നിന്റെ തിരുശരീരവും തിരുരക്തവും ഞങ്ങൾക്ക് സഹായമായി ഭവിക്കണമേ. ജയമുള്ള ആയുധമാകുന്ന നിന്റെ സ്ലീബ നിന്റെ ജനങ്ങൾക്ക് രക്ഷയായിരിക്കണമേ. നല്ല ഇടയനായ കർത്താവേ, ഞങ്ങളുടെ ആവലാതി നീ കേൾക്കണമേ. ഞങ്ങൾ സങ്കടത്തോടെ നിന്റെ അടുക്കൽ നിലവിളിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനം നൽകണമേ. മനോഗുണവാനേ, നിന്റെ അടുക്കലല്ലാതെ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകേണ്ടു? നിന്നെ അല്ലാതെ ഞങ്ങൾ ആരെ വന്ദിക്കേണ്ടു? അപേക്ഷിപ്പാനും പ്രാർത്ഥിപ്പാനും വന്ദിപ്പാനും നീ അല്ലാതെ ആരും ഞങ്ങൾക്കില്ല. ആയതുകൊണ്ട് കർത്താവേ, നീ നിന്റെ തൃക്കൈ നീട്ടി ഞങ്ങളെ വാഴ്ത്തേണമേ. തിരുവുള്ളം കൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവമേ, തിരുവുള്ളക്കേടുകൊണ്ട് ഞങ്ങളെ നീ നശിപ്പിച്ച് കളയരുതേ. ഞങ്ങളുടെ നേരെ നീ കോപിക്കാതെ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ അനീതികൾ നിമിത്തം ഉണ്ടായിട്ടുള്ള ഈ ശിക്ഷയെ ഞങ്ങളിൽ നിന്ന് നീ വിരോധിക്കണമേ.
നിന്റെ ഉഗ്രകോപത്തിൽ നിന്ന് നീ ശാന്തതപ്പെടണമേ. നിന്നെ ഞങ്ങൾ കോപിപ്പിച്ചുവെങ്കിലും നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നതിനാൽ നീ ഞങ്ങളോട് നിരപ്പാകണമേ. നീ ഞങ്ങൾക്ക് അനുതാപത്തിൻ്റെ ഹൃദയവും കണ്ണുനീരുകളും തരണമേ. നിന്റെ വിശുദ്ധ സ്ലീബായാൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ ഞങ്ങൾക്കുള്ള സകലത്തെയും നീ കൃപയോടെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളെല്ലാവരോടും കൂടി നന്ദിയുള്ള ഹൃദയത്തോടെ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാൻ കൃപയോടെ ഞങ്ങൾക്കിടയാകുകയും ചെയ്യണമേ. ആമീൻ. Glory be to the triune God. Most respected Tirumeni, Achins, beloved parents, teachers, brothers and sisters in Christ our Lord. As we course our journey through the days after Pentecost to the Apostle Lent, where we commemorate the 12 apostles, there is a lot we can learn from the lives of Jesus' 12 apostles as we flip through the Bible's pages. From positive lessons to mistakes that teach us how to cope with our doubt and poor decisions, the disciples offer us an important lens into what it means to live out our faith amid uncertainty. The apostles teach us the importance of boldness. When you think back to a time of Roman dominance and consider that Jesus' message was so captivating that it led these men to leave their lives and routines to devote themselves to Him, one of the first words that come to mind is courage. The holy apostles showed us many things, but above all, they are a shining example of living out boldness amid a culture that fails to embrace the truth. When they called by God to embrace Christ, they answered that call and, despite making mistakes along the way, transformed the world. There are some powerful bits of life changing wisdom from the apostles that we can meditate on and implement in our lives, especially during this Lenten season. Saint Peter, one of the 12 apostles, is a fascinating figure. Without a doubt, he is one of the most transformative people in the Christian history as depicted in the scriptures. God used Peter greatly in the foundation of the church. It was Peter who first proclaimed the gospel on the day of Pentecost. Peter was also the first to take gospels to the Gentiles. In a sense, Peter was the rock foundation of the church. Yet, despite being used by God, Peter also failed at times, denying Christ 3 times in the wake of Jesus' arrest. You may recall in Matthew chapter 26 that Jesus predicted this denial during the Last Supper. Peter said he'd never leave Jesus' side, but Christ replied that he would, before the rooster crows, deny Jesus 3 times. Peter was resolute that he'd never disown Jesus, but we know how that story ended. Luke chapter 22, verse 62 tells us that Peter remembered Jesus' prophecy and he wept bitterly. Despite making this mistake, we know Peter went on to preach and build the church. He made a terrible error, but his life is evidence that we all make mistakes and can be redeemed. Judas' betrayal of Jesus is the most tragic act recorded among the 12 apostles. We are told in John 13 that Judas was overtaken by Satan's influence. Luke chapter 22 proclaims, "Then Satan entered Judas, called Iscariot, one of the 12. And Judas went to the chief priest and officer of the temple guard and discussed with them how he might betray Jesus." In studying Judas and the words and acts of the apostles, we can learn many things. Unfortunately, Judas' story is a cautionary warning. Even if we surround ourselves with other Christians, read scriptures, and work to form our faith, we can still fall if we are not careful. At some point, Judas chose to be overtaken by evil. If one of the apostles can experience such a horrific fall, any of us can. That's an essential lesson to keep in perspective. Of the 12 apostles, Saint Thomas teaches a lesson on doubt. Saint Thomas wasn't there with the other disciples when Jesus appeared after his crucifixion and resurrection.
So Thomas was skeptical. He said he wouldn't believe it until he put his hands on the wounds of Jesus' hands. An incredible scene unfolds in John chapter 20, verses 24. Around a week later, Jesus emerged in front of the holy apostles. This time Thomas was present. Jesus said, "Peace be unto you," and he then turned his attention to Thomas. Then he said to Thomas, "Put your finger here. See my hands. Reach out your hand and put it to my side. Stop doubting and believe." Thomas answered and said to him, "My Lord, my God." Jesus said to him, "Thomas, because you have seen me, you have believed. Blessed are those who have not seen and yet have believed." Doubt is a normal part of human experience. In this case, Thomas, a man who met and saw Jesus and who worked with other disciples, is doubting their very claims. Then he sees the truth firsthand. In the end, Jesus tells us how blessed we are to believe where we can't see, as Thomas did. One of the famous stories in the New Testament revolves around the moment Jesus walked on water. The 12 apostles were initially terrified when they saw Jesus walking, assuming they were seeing a ghost gliding along the lake. Jesus told the men not to be afraid, and Peter said, "Lord, if it's you, tell me to come to you on the water." Christ told Peter to come out of the boat and walk on water and make his way over to Jesus. Once Peter started so, he noticed the winds picking up, became fearful, and started to sink. That's when he begged Jesus to save him. Immediately, Jesus reached out of his hand and caught him. "You of little faith," he said, "why did you doubt?" And when they climbed into the boat, the wind died down. There are moments in life when we look to God, but then our faith falters. Even when we know the truth, we find ourselves struggling to rely on Jesus. This story about the holy apostles, and Peter in particular, offers us the opportunity to reflect on the importance of keeping our faith even when we feel like we are sinking and facing the insurmountable of the circumstances. The words and act of apostles teach us many additional lessons as well. Take the time to pause, reflect, and pray about how these lessons can help you in your faith, especially during the Apostles' Lent, through fasting and prayers. We know that fast and fasting aim at the liberation of sin. Hence, repentance and confession should be meaningfully done during the days of Lent. It is the time to get reconciled to our brothers and sisters and proactively help those who suffer from sorrows and pain, especially in these trying times. Let us pray to our Lord to raise us from the sinful ocean. Help us to repent and confess our sins, learn from our mistakes, and never again waver from His path ever again. All glory, honor, and adoration to the Father, Son, and Holy Spirit, now and always forever and ever. Amen. തിരുവോസ്തിയായെന്നിലാണയും സ്നേഹം ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു സ്നേഹം എൻ്റെ ഈശോ ഇത്ര ചെറുതാകാൻ എത്ര വളരേണം ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം ഇത്ര ചെറുതാകാൻ എത്ര വളരേണം ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം നോവിച്ച നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ കൂദാശയേകി നോവിച്ച നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ കൂദാശയേകി നിന്നിച്ച മാനസത്തിൽ നീ
നിന്നിച്ച മാനസത്തിൽ നീ കാരുണ്യം തീർത്തവുമായി ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം, ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ക്രൂശിച്ച കൈയിലല്ലേ നാഥൻ ജീവന്റെ മന്ന തന്നു. ക്രൂശിച്ച കൈയിലല്ലേ നാഥൻ ജീവന്റെ മന്ന തന്നു. കോപിച്ച മാനസത്തിൻ നീ സ്നേഹാഗ്നി ജ്വാലയുമായി. കോപിച്ച മാനസത്തിൻ നീ സ്നേഹാഗ്നി ജ്വാലയുമായി. തിരുവോസ്തിയായ എന്നിലണയും സ്നേഹം, ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ ഈശോ ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം, ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. Glory be to the triune God. Most respected Tirumeni, Achins, beloved parents, teachers, brothers and sisters in Christ our Lord. Greetings to you all in the name of our Lord and Savior Jesus Christ. Remembering and submitting the entire team of the O ministry unto the hands of Almighty for working tirelessly to make each prayer meeting reach out to people across the globe. Thanking God Almighty for giving me this opportunity to deliver the devotional message for today. As I was reading the Gospel of St. Luke, I came across a beautiful verse which touched me immensely, where St. Luke states in chapter 5 verse 17, "And the power of the Lord was present to heal them." സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം. സൗഖ്യം, healing, the most widely used word from the past 2 years. Healing in both ways, physical as well as mental healing. Mentally, we are disturbed, and physically, we all are trapped in the 4 corners of our homes today. We all are mentally paralyzed. Some of us might be paralyzed with depression or anxiety or various addictions and are enslaved to it and cannot free ourselves. Maybe we need counseling or a rehab or some therapy. We can't help ourselves. Somebody who is paralyzed with depression or different fears that people live by paranoia, they cannot help themselves because they find themselves trapped. So then how many of us believe that the power of the Lord is present to heal them within the church today? How many of us believe that if I bring such people to church, they will experience the power of healing? I'm sure that there is somebody that you know in your life who is mentally paralyzed, maybe at your workplace, maybe at home, maybe a friend or a neighbor. And you know that they are paralyzed by whatever it is that is crippling them. Maybe it's their own sin.
but we leave people in their paralysis. We all know that Jesus started his public ministry at a very young age of 30. His mission and vision was salvation to mankind, glorify God Almighty, talking about the kingdom of God, describing various parables, and healing the sick and downtrodden. And in one such day of his ministry, we can see in St. Mark chapter 2 verse 17, Jesus said to them, "It is not those who are healthy who need a physician, but those who are sick. I did not come to call the righteous, but sinners." Huge multitudes followed and came over to be healed by Christ. The faith they had in Christ was so deep and immense that they would travel all the way where Jesus was preaching and journeying. Faith in him and Christ's compassion and grace enabled the power of healing to work over the sick. Jesus saw their faith, healed them, and this experience changed their lives forever. In the similar way, we all know before Christ's ascension, he appeared before his beloved disciples and said to them, "Go into all the world and preach the gospel to every creature. Whoever believes and is baptized will be saved, but whoever does not believe will be condemned. When you will lay your hands on the sick, they will be made well." So many of us travel from across the globe and visit various monasteries and pilgrim centers like Parmalapalli, Pampadi Dera, Nyalankudi Dera, etc., just to touch the relics and the tombs of the holy saints and bishops, because we know and we believe that when we stand in that divine presence, we experience the power of healing. The power of healing was passed on to Christ's beloved disciples, and Jesus had revealed to his disciples that they would have the Comforter, that is, the Holy Spirit. There were many miracles which were performed by the apostles, like in Acts chapter 3 verse 7 to 11, we can see Saint Peter healing the lame man at the temple. In Acts chapter 16 verse 18, we see Saint Paul healing a woman possessed by an evil spirit, and many more miracles are recorded in the book of Acts. We as human beings surely cannot perform miracles, but we can minister in many ordinary ways. We seek our clergy, that is a Tirumeni or an Achan, to lay their hands over us whenever we feel weak and sick. We ask them to do so and pray for us because we know that they are the chosen ones by the Holy Spirit who have the authority to do so. There are 3 important and simple things that I would like to share with you all in order to experience the healing of Christ. First, surrender before him and have faith that yes, Christ is the only ultimate healer and he will never forsake you. There are so many kids out there from our community and even outside who have reached a point of despair and they're contemplating suicide. We all would say, how is this even possible to have such thoughts? How could they be surrounded by thousands of believing Christians filled with the Holy Spirit and still not know the meaning of life? Why? Because those thousands of Christians that they are surrounded by are not living like real Christians. If you are a true believer, then ask him, "Lord, give me the eyes so that I can see the burden of your people who are mentally disturbed and help them get back to the divine presence of Christ. Try to get them back on track of normalcy. Try to help them to ease their mental pain just by talking to them and hearing them." Secondly, praying for others. When we are sick, many times we get very self-focused. One of the things that we need to remember is that we are called to be focused on the needs of others and not ourselves.
In the book of Job, we find a great example came to Job when he started to focus on the needs of others because God restored his health when he prayed for others. Similarly, God will restore our health when we pray for others. Thirdly, forgiveness is healing. Keeping any grudges against anyone will never do any good to us. Forgiveness changes our lives. It brings you peace, happiness, and spiritual healing. Forgiveness removes pain and grudge from your heart. Let me conclude my words here by saying that the power of healing is a combination of our unwavering faith and God's compassion on us. Even the very breath that we are inhaling right now is a gift of God because we all know that to survive itself is the greatest gift in this pandemic phase. Let's be sure we have a struggling faith and not a stubborn unbelief. Many of us have lost our loved ones due to the pandemic, and the grief cannot be compared to anything in this world. But what keeps us going is that our Creator would always make a way for us and lead us to face these tough situations because God will make a way where there seems to be no way. He works in ways we cannot see. He will make a way for me. He will be my guide. Hold me closely to his side. With love and strength for each new day, he will make a way. He will make a way. Let us all continue to pray for one another, especially during this Lenten season. May the intercession of all the holy apostles be our refuge and fortress. All glory, honor, and adoration to the Father, Son, and Holy Spirit, now and always, forever. Amen. Our Heavenly Father, we thank you for the beautiful day that you have gifted us. Thank you for allowing us all to join this session from different parts of the world. Almighty God, we started this meeting with you and we are closing it with you. Thank you for your presence among us. Lord, as you have told us in St. Matthew chapter 18 verses 20, for where two or three gather in my name, there I am with them. Father, we pray for the world and the pandemic that has held us at a standstill. We pray for all the souls who were taken away amongst us by this disease and for those who are battling it. Lord Jesus, give us the grace to hear your voice and the strength to continue working for your kingdom in this time of pandemic. Do not allow us to be indifferent to those who today suffer loss of their loved ones or who suffer from absence of work. But give us courage to accompany and side with those who suffer violence or injustice. Dear Lord, as the leper man came to you and prayed that if you are willing, Lord, you can make me clean. We pray to you today. If it is in thy will, cleanse us and heal the world. Father, we realize our mistakes and repent before you. Be our guide to everything that we do and help us to abide in you and in your word. We look up to you, for you are our shepherd. We shall lack nothing. Dear Father, we pray today for all those who have gathered for this session and also for those who couldn't. We pray for each mind in the Theo ministry that have worked to make this meeting
a fruitful one. We wouldn't have done it without you, because many are our plans, but it is you who establishes them. May the things we have learned today stir in our heart, and may we put them into action. May what we have learned impact our lives and families and friends and rest of the world positively. In Jesus' name we pray and believe. Amen. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളേവരുടെ മേലും സഭയുടെ മേലും സമൂഹത്തിൻ്റെ മേലും ദൈവസൃഷ്ടി മുഴുവനായും പ്രത്യേകിച്ചും കൊറോണയുടെ ഭീകരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന എവരുടെ മേലും അവരെ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുന്ന എവരുടെ മേലും ദൈവസന്നിധിയിലേക്ക് വിളിച്ചേർക്കപ്പെട്ട് വാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.